ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 30, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ഹെഡിങ്സ് ആണ്. ഓപ്പറേഷൻ സിന്ദൂർ, അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പരാഗ് ജെയിൻ എന്ന വ്യക്തിയെ റോയിൻ്റെ ചീഫ് ആയിട്ട് നിയമിച്ചു. ബീഹാറിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ഫോൺ വഴി വോട്ടിംഗ് ആരംഭിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ റിസർവേഷൻ ചാർട്ട് 4 മണിക്കൂർ എന്നത് മാറ്റിക്കൊണ്ട് 8 മണിക്കൂറിലേക്ക് പുതിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേ റിസർവേഷൻ ചാർട്ട് അത് സാധാരണയായിട്ട് 4 മണിക്കൂറിലാണ് പബ്ലിഷ് ചെയ്യുന്നത്, ട്രെയിൻ പുറപ്പെടുന്നതിന് മുമ്പായിട്ട്. എന്നാൽ ആ സമയം മാറ്റിയിരിക്കുകയാണ്. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: പാറളം ബിക്കംസ് എ ഫുള്ളി സ്ട്രെയിറ്റ് ലീഡ് പഞ്ചായത്ത്. പാറളം പൂർണ്ണമായും തെരുവിളക്കുള്ള പഞ്ചായത്തായി മാറി. എവിടെയാണ് പാറളം എന്ന ഈ പഞ്ചായത്ത്? ഏത് ഡിസ്ട്രിക്റ്റിലാണ്? ആരാണ് കേരളത്തിലെ പാറളം പഞ്ചായത്തിനെ പൂർണ്ണമായിട്ടും തെരുവിളക്കുള്ള പഞ്ചായത്ത് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 28 സംസ്ഥാനത്തെ ആദ്യത്തെ പൂർണ്ണമായും തെരുവിളക്കുള്ള പഞ്ചായത്തായി കേരളത്തിലെ ഏത് പഞ്ചായത്തിനെ പ്രഖ്യാപിച്ചു? പാറളം ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ പാറളം ഗ്രാമപഞ്ചായത്തിനെ ഈ കഴിഞ്ഞ ജൂൺ 28 പ്രഖ്യാപിച്ചു. അതായത് പൂർണ്ണമായിട്ടും സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്ന ഒരു പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാറളം ഗ്രാമപഞ്ചായത്തിനെ ഈ കഴിഞ്ഞ ജൂൺ 28. പാറളം ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ല. പാറളം എന്ന പഞ്ചായത്ത് ഇത് തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഒരു പൂർണ്ണമായിട്ടും സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്ന ഒരു പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2025 ജൂൺ 28 പാറളം ഗ്രാമപഞ്ചായത്തിനെ സംസ്ഥാനത്തെ ആദ്യത്തെ പൂർണ്ണമായും തെരുവിളക്കുള്ള പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് ആരാണ്? വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കെ കൃഷ്ണൻകുട്ടിയാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രി, ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ. അദ്ദേഹമാണ് ഈ കഴിഞ്ഞ ജൂൺ 28 പ്രഖ്യാപിച്ചത് പാറളം ഗ്രാമപഞ്ചായത്ത്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള പാറളം ഗ്രാമപഞ്ചായത്തിനെ സംസ്ഥാനത്തെ ഫസ്റ്റ് ഫുള്ളി സ്ട്രീറ്റ് ലൈറ്റ് പഞ്ചായത്ത് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: പരാഗ് ജെയിൻ, ഹു ഹാഡ് എ കീ റോൾ ഇൻ സിന്ദൂർ, വാസ് അപ്പോയിന്റഡ് റോ ചീഫ്. സിന്ദൂറിലെ പ്രധാന പങ്കുവഹിച്ച പരാഗ് ജെയിനെ റോ മേധാവിയായി നിയമിച്ചു. റോ എന്നാൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്നറിയപ്പെടുന്ന റോയിൻ്റെ ഹെഡായിട്ട് നിയമിച്ചിരിക്കുകയാണ് പരാഗ് ജെയിൻ. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 27 റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ മേധാവിയായി ആരെയാണ് നിയമിച്ചത്? പരാഗ് ജെയിൻ. പരാഗ് ജെയിൻ അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഒരു ഓപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് റോൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ കഴിഞ്ഞ ജൂൺ 27 റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ ചീഫ് ആയിട്ട് നിയമിച്ചു. ഇന്ത്യയുടെ ബാഹ്യ ഇൻ്റലിജൻസ് ഏജൻസിയുടെ പേരെന്താണ്? റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, റോ. ഇന്ത്യയുടെ സീക്രട്ട് ഏജൻസിയാണ് റോ. റോയിൻ്റെ ഹെഡ് ആയിട്ടാണ് ഇപ്പോൾ പരാഗ് ജെയിൻ നിയമിച്ചിട്ടുള്ളത്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഏത് വർഷത്തിലാണ് സ്ഥാപിതമായത്? 1968 സെപ്റ്റംബർ 21. ഏതാണ്ട് 50 വർഷം മുമ്പ്, അതായത് 1968 സെപ്റ്റംബർ 21 സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യയുടെ സീക്രട്ട് ഏജൻസിയാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. അതിൻ്റെ പുതിയ ചീഫ് ആണിപ്പോൾ പരാഗ് ജെയിൻ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചീഫ് ആരായിരുന്നു? ആദ്യത്തെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ മേധാവി ആരായിരുന്നു? രാമേശ്വർ നാഥ് ഖാവോ. ദ ഫസ്റ്റ് ചീഫ് ഓഫ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് രാമേശ്വർ നാഥ് ഖാവോ ആണെങ്കിൽ ദ കറണ്ട് ചീഫ് ആണ് പരാഗ് ജെയിൻ. 1968 സെപ്റ്റംബർ 21 റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഇൻ്റലിജൻസ് ഏജൻസി, അത് സ്ഥാപിതമായിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ബീഹാർ ബിക്കംസ് ദി ഫസ്റ്റ് സ്റ്റേറ്റ് ടു വോട്ട് യൂസിംഗ് എ മൊബൈൽ ആപ്പ്. മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്ന ആദ്യത്തെ സംസ്ഥാനമായി ബീഹാർ മാറുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് മൊബൈൽ ഫോൺ വഴി ഒരു വോട്ടിംഗ് നടക്കാൻ പോകുന്നത്. അത് ബീഹാറിലാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മൊബൈൽ ഫോൺ വഴി വോട്ട് ചെയ്യാൻ അനുവദിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഇന്ത്യയിൽ ആദ്യത്തെ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറുകയാണ് ബീഹാർ ഇന്ത്യയിലെ. അതായത് മൊബൈൽ ഫോൺ വഴി വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. അതായത് പുതിയൊരു മാറ്റമാണ് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ബീഹാറിലെ ഏത് തിരഞ്ഞെടുപ്പിലേക്കാണ് മൊബൈൽ ഫോൺ വഴി വോട്ട് ചെയ്യാൻ അനുമതിയുള്ളത്? 3 ജില്ലകളിലായി 6 മുനിസിപ്പൽ കൗൺസിലുകൾ. ബീഹാറിലെ ഏറ്റവും ലേറ്റസ്റ്റ് നടക്കാൻ പോകുന്ന 3 ഡിസ്ട്രിക്റ്റിലെ
6 മുനിസിപ്പൽ കൗൺസിലേക്കുള്ള ഒരു ഇലക്ഷനിലേക്ക് വേണ്ടിയാണ് ഈ ഒരു പരീക്ഷണം, അതായത് മൊബൈൽ ഫോൺ വഴിയുള്ള ഒരു വോട്ടിംഗ് നടക്കാൻ പോകുന്നത്. അടുത്ത വർഷം ബീഹാർ നടക്കാൻ പോകുന്ന അസംബ്ലി സീറ്റിലേക്ക് ഇത് വരുമോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്നാൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വോട്ടിംഗ് മൊബൈൽ ഫോൺ വഴി നടക്കാൻ പോകുന്നത്. മൊബൈൽ ഫോൺ വഴി വോട്ട് ചെയ്യാൻ അനുവദിച്ചപ്പോൾ ബീഹാർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരായിരുന്നു? ദീപക് പ്രസാദ്. ബീഹാറിലെ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ആണ് ദീപക് പ്രസാദ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു വോട്ടിംഗ് അത് മൊബൈൽ ഫോൺ വഴി നടക്കാൻ പോകുന്നത്. ഭൗതികമോ സ്ഥലപരമോ ആയ കാരണങ്ങളാൽ പോളിംഗ് സ്റ്റേഷനിൽ എത്താൻ കഴിയാത്തവർക്ക് മൊബൈൽ ഫോൺ വഴി വോട്ട് ചെയ്യാൻ അനുവദിച്ച സംസ്ഥാനം ഏതാണ്? ബീഹാർ. അതായത് ഫിസിക്കലി ഇതെല്ലാവർക്കും പെർമിറ്റഡ് അല്ല. ഇത്തരത്തിലുള്ള ഈ മൊബൈൽ ഫോൺ വഴിയുള്ള വോട്ടിംഗ് എല്ലാവർക്കും പെർമിറ്റഡ് അല്ല. ഇത് പ്രഗ്നൻ്റ് ആയിട്ട് ലേഡീസ്, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നിന്നവർക്ക് എത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്ക് മാത്രമേ മൊബൈൽ ഫോൺ വഴി ബീഹാറിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ അനുവദിച്ചിട്ടുള്ളൂ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് റെയിൽവേ ടു പ്രിപ്പയർ റിസർവേഷൻ ചാർട്ട് 8 hours ബിഫോർ ട്രെയിൻ ഡിപ്പാർച്ചർ. ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂർ മുമ്പ് റിസർവേഷൻ ചാർട്ടുകൾ തയ്യാറാക്കാൻ റെയിൽവേ തീരുമാനിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ റെയിൽവേയുടെ പ്രഖ്യാപനമാണ്. അതായത് റിസർവേഷൻ ചാർട്ട് 8 മണിക്കൂർ മുമ്പ് അത് പബ്ലിഷ് ചെയ്യുന്ന കാര്യം. ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വന്നിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ച പുതിയ സമയം എന്താണ്? ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂർ മുമ്പ്. സാധാരണയായിട്ട് ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് 4 മണിക്കൂർ മുമ്പാണ് റിസർവേഷൻ ചാർട്ട് അത് പബ്ലിഷ് ചെയ്യുന്നത്, 4 മണിക്കൂർ മുമ്പ്. എന്നാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് 8 മണിക്കൂർ മുമ്പ് റിസർവേഷൻ ചാർട്ട് പബ്ലിഷ് ചെയ്യുന്ന കാര്യം. ഇത് പാസഞ്ചേഴ്സിനെ വളരെയധികം സഹായകരമാവും. കാരണം വളരെ ദൂരത്തുള്ള വ്യക്തികൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് വേണം ചെക്ക് ചെയ്യാൻ, അതായത് റിസർവേഷൻ കൺഫേം ആയോ എന്നറിയാൻ വേണ്ടി. കാരണം ലാസ്റ്റ് മൂമെൻറ്റിൽ റിസർവേഷൻ ചാർട്ടിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും കൺഫേം ആയോ ഇല്ലയോ എന്നത്. 4 മണിക്കൂർ മുമ്പാണ് ഇത് അറിയുക. എന്നാൽ പുതിയൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനപ്രകാരം ഇനി 8 മണിക്കൂർ മുമ്പ് അവർക്ക് അറിയാൻ സാധിക്കും റിസർവേഷൻ കൺഫേം ആയോ ഇല്ലയോ എന്ന്. 2025 ഡിസംബറോടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ റെയിൽവേക്കായി പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം ആരാണ് വികസിപ്പിക്കുന്നത്? റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം കേന്ദ്രം. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം PRS, ഇതിൻ്റെ അപ്ഗ്രഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വരുന്ന ഡിസംബർ 2025 കൂടി അത് പൂർണ്ണമായിട്ടും ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു മാറ്റം കൊണ്ടുവരുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീം ആണ് സെൻറ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം. സെൻറ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം ആണിപ്പോൾ പുതിയ പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം അത് കൊണ്ടുവരുന്നത്. പുതിയ പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം വഴി മിനിറ്റിൽ എത്ര ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം? മിനിറ്റിൽ 1.5 ലക്ഷം ടിക്കറ്റുകൾ. അതായത് ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ഒരു സിസ്റ്റം വരാൻ പോകുന്നു. ആ സിസ്റ്റം പ്രകാരം ഇനി ഇന്ത്യൻ റെയിൽവേയിൽ ഒരു മിനിറ്റിൽ 1.5 ലക്ഷം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്ന ലെവലിലുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഏതാണ്ട് 40 ലക്ഷത്തോളം എൻക്വയറീസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ഒന്നായിരിക്കുള്ളൂ റെയിൽവേയുടെ ഏറ്റവും പുതിയതായിട്ട് വരാൻ പോകുന്ന പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റത്തിൻ്റെ ആ ഒരു ചേഞ്ചസ്. ഇത് ഡിസംബർ മാസത്തോടു കൂടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് കദർഗാമ എസ്സാല ഫെസ്റ്റിവൽ കമൻസ്ഡ് ഓൺ 26 ജൂൺ 2025. കദർഗാമ എസ്സാല ഉത്സവം 2025 ജൂൺ 26 ആരംഭിച്ചു. ഏത് കൺട്രിയാണ് കദർഗാമ എസ്സാല ഫെസ്റ്റിവൽ എന്ന ഈ ഒരു വലിയൊരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആത്മീയമായും സമ്പന്നവും സാംസ്കാരികമായ ഊർജ്ജസ്വലമായ കദർഗാമ എസ്സാല ഉത്സവം ഏത് രാജ്യത്തിൻ്റെ ഉത്സവമാണ്? ശ്രീലങ്ക. ശ്രീലങ്കയിൽ വളരെ വലിയൊരു ഫെസ്റ്റിവൽ ആണ് കദർഗാമ ഫെസ്റ്റിവൽ. ഇത് എല്ലാ മതക്കാരും പല രീതിയിലാണ് ഇതിനെ ആഘോഷിക്കുന്നത്. ശ്രീലങ്കയിലാണ് കദർഗാമ ഫെസ്റ്റിവൽ. ഇത് ഈ കഴിഞ്ഞ ജൂൺ 26 ആരംഭിച്ചു. ജൂലൈ 10 വരെ നടക്കുന്ന വലിയൊരു ഫെസ്റ്റിവൽ ആണ് കദർഗാമ എസ്സാല ഫെസ്റ്റിവൽ. കദർഗാമയിലെ പ്രധാന ക്ഷേത്രമായ മഹാദേവല സമർപ്പിച്ചിരിക്കുന്ന ഹിന്ദു ദൈവത്തിൻ്റെ പേരെന്ത്? സ്കന്ദ. സ്കന്ദ എന്ന ഒരു ഐഡൽ ആണ് അവിടെയുള്ളത്. സ്കന്ദ എന്നൊരു വിഗ്രഹമാണ് അവിടെയുള്ളത്.
കതിരകാമ എന്ന ഫെസ്റ്റിവലിലെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ടുള്ള മഹാദേവാല എന്ന ക്ഷേത്രത്തിലെ ഐഡൽ, അതായത് വിഗ്രഹമാണ് സ്കന്ദ എന്ന വിഗ്രഹം. കതിരകാമ എന്ന ഫെസ്റ്റിവൽ ഇത് ബുദ്ധിസ്റ്റും മുസ്ലിംസും എല്ലാം ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. പക്ഷെ പല രീതിയിൽ ആണത് ആഘോഷിക്കുന്നത്, പല പേരിലും പല രീതിയിൽ ആണത് ആഘോഷിക്കുന്നത്. ഇതിൻ്റെ ആഘോഷം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ശ്രീലങ്കയിൽ. നമ്മളിത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട ജനറൽ നോളജ് ആണെന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.